ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ റെസിപ്പി സേമിയ പായസം. സേമിയ പായസം ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ടേക്ക് കടക്കാം. I don't really know what comes next. I'm just doing my best. Buy all this shit. Tell me that I can't and I won't. That's what guides me the most. Your lies, I'll do what I want. I'm inspired by thirst. സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുക. ഗീ ഒന്ന് മെൽട്ടായതിനു ശേഷം അതിലേക്ക് നമ്മൾ ഒരു 2 കപ്പ് ഓൾറെഡി ഫ്രൈ ചെയ്തിട്ട് വന്ന സേമിയാണ്. ഫ്രൈ ചെയ്തിട്ട് വന്നതല്ലെങ്കിൽ നല്ലവണ്ണം ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് അതിലേക്കൊരു 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് 1 കപ്പ് ഷുഗർ കൂടി ഇട്ട് കൊടുക്കുക. ഷുഗറെല്ലാം ഒന്ന് മെൽട്ടായി വന്നതിന് ശേഷം നല്ലോണം ഒരു ഹാഫ് വേവാകുന്നത് വരെ അത് വേവിച്ചെടുക്കുക. നമ്മളെ സേമിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ലിറ്റർ പാല് കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലും കൂടി കിടന്നിട്ട് വേണം അതൊരു ഫുൾ വേവായിട്ട് എടുക്കുവാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്താൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. അതിലേക്ക് ഒരു 5 ഏലക്കായി പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ സേമിയെല്ലാം തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ഒന്ന് ഷുഗറെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. നല്ലോണം തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വന്നതിന് ശേഷം അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചു കൊടുക്കുക. അതൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് പായസത്തിന്. നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 6 kg ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് അതൊന്ന് നന്നായി ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് മുന്തിരി കൂടി ഇട്ട് കൊടുക്കുക. നമ്മളെ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിന് നമുക്ക് സേമിയത്തിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കിടിലൻ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സേമിയ പായസം എല്ലാം വേറൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പം വീണ്ടും മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായി കാണും വരെ ഗുഡ് ബൈ.